പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായി തീരാൻ. ഹല്ലേലൂയ. ഈ സമയത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ഒരുമിച്ച് കർത്താവ് ഇപ്രകാരം ഒരു സാഹചര്യം ദൈവവചനം പഠിക്കാനായിട്ട് നൽകിയതോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രസക്തമായ ഒരു ദൈവവചന പഠനമാണ് നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നത്. പ്രസക്തം എന്ന് പറയുമ്പോൾ എല്ലാ ദൈവവചന പഠനവും പ്രസക്തമാണല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ പ്രായോഗികമായി നമുക്ക് സഭാജീവിതത്തിൽ, ഞാൻ വാസ്തവത്തിൽ പഠിപ്പിക്കുമ്പോൾ പ്രായോഗികമായ കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. എന്നാൽ പ്രായോഗികമായ കാര്യം എന്ന് പറയുമ്പോഴും നമ്മുടെ പ്രായോഗിക ജീവിതം പല മേഖലകളിലാണ്. ഒന്ന് ഒരുപക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിൽ, അതല്ലെങ്കിൽ പ്രായോഗികമായി നമ്മുടെ ഔദ്യോഗിക ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ, ഇതെല്ലാം പ്രായോഗികമായി എന്ന് പറഞ്ഞാലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പഠിക്കുന്നതായി ഈ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിക്കുന്ന ഈ ഭാഗം ശരിക്കും നമ്മുടെ സഭാജീവിതത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ കൂട്ടായ്മയിൽ, ദൈവസഭയുടെ ജീവിതത്തിൽ നമ്മൾ എപ്രകാരമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് അതിൻ്റെ ആ സഭാജീവിതത്തിലാണ് ഇതിൻ്റെ പ്രസക്തി നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നിങ്ങൾക്കറിയാവുന്നതുപോലെ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ആണ് നമ്മളിവിടെ പഠിക്കുന്നതെന്ന് നിങ്ങൾ ഒരു പക്ഷേ ഈ നോട്ടീസിലും മറ്റുമായിട്ടൊക്കെ കണ്ടു കാണുമായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിൽ എന്ന് പറയുമ്പോഴത്തേക്ക്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയം വളരെ വിശാലമായ ഒരു വിഷയമാണ്, നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചുള്ള പഠനം വളരെ അനിവാര്യവുമാണ്. എന്നാൽ അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും 1-2 ദിവസത്തെ ബൈബിൾ ക്ലാസ് കൊണ്ട് നമുക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതും നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒരു ഭാഗം കോൺസെൻട്രേറ്റ് ചെയ്താണ് ഞാൻ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിന് മുമ്പ് ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനങ്ങൾ വളരെ അനിവാര്യമായിരിക്കുന്ന ഒരു കാലയളവാണിത്. അതിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള ചിന്തകളും ധാരണകളും ഒക്കെ ഒത്തിരി വ്യത്യസ്തമാണ്. തെറ്റാണ് ശരിയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, വളരെ വ്യത്യസ്തമാണ്. പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനം വളരെ അത്യന്താപേക്ഷിതമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഒരു 100 കൂട്ടം ഉപദേശങ്ങൾ ഓരോരുത്തർക്കും തോന്നുന്ന രീതിയിൽ എല്ലാം പഠിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ ശരിക്കും കൺഫ്യൂസ്ഡാണ്. ഒന്നാമത്തെ കാര്യം, ഇത് മില്ലീനിയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിന് ശേഷം 7 വർഷം കഴിയുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ ഇപ്പോൾ 10 പേര് 10 ആയിട്ട് പഠിപ്പിച്ചാലും നമുക്കൊന്നും സംഭവിക്കാനില്ല. കാരണം അത് ആരെങ്കിലും അവരുടെ ഇഷ്ടമുള്ളവരൊക്കെ പറഞ്ഞോട്ടെ, അതുകൊണ്ടൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. കർത്താവ് വന്നു കഴിഞ്ഞിട്ടാണല്ലോ, പിന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പഠനത്തിൽ ഇങ്ങനെ അസ്പഷ്ടത ഉണ്ടാകുന്നത് അത്ര അഭിലഷണീയമായ കാര്യമല്ല. കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് നമ്മളുടെ അനുദിന ആത്മീയ ജീവിതത്തിൽ നമ്മളെ നയിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് അതിനെ വിട്ട് നമുക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഹോളി സ്പിരിറ്റിനെ വിട്ട് നമുക്കൊരു കാര്യം ആലോചിക്കാൻ തന്നെ പറ്റത്തില്ല. അതുകൊണ്ട് ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല ഹോളി സ്പിരിറ്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് വേദപുസ്തകപരമായ ഒരു അടിത്തറ വളരെ അത്യാവശ്യമാണ്. പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പുതിയ നിയമത്തിൻ്റെ ചുമതല, നമ്മൾ പല മലയാള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴത്തേക്ക് ഒരു പക്ഷേ അത് ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ ഉപയോഗിച്ചാലും നിങ്ങൾ ഉപയോഗിച്ചാലും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം അതിനകത്ത് കിട്ടിയില്ലെന്നിരിക്കും. എങ്കിലും ഞാൻ പറയട്ടെ, ദൈവസഭയുടെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ്. അതുകൊണ്ടാണ് അവൻ വരുമ്പോൾ, യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ ഏറ്റവും ഒടുവിൽ പറയുന്ന കാര്യം അതാണ്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, അവൻ വന്നാൽ, അവൻ വരുമ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വലിയൊരു ഡിഫറൻസ് ഉണ്ട്. അവൻ വരുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോളി സ്പിരിറ്റ് ആണ് നമ്മളുടെ അനുദിന ജീവിതത്തിൽ, സഭയുടെ ജീവിതത്തിൽ ആവശ്യമായ ഏത് കാര്യങ്ങളും നമ്മളെ നയിക്കേണ്ടത്. അവൻ വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അതുകൊണ്ട് ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള പഠനം വളരെ അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പുതിയ നിയമ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ അറിയാതെ ഒരു പുതിയ നിയമ ജീവിതം അസാധ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സൗണ്ടായിട്ടുള്ളൊരു ഡോക്ട്രിൻ ഹോളി സ്പിരിറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ അറിയേണ്ടത്, അല്ലെങ്കിൽ ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ, ഏറ്റവും വൈവിധ്യപൂർണ്ണമായ പഠനങ്ങൾ നടക്കുന്നത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്, അല്ലെങ്കിൽ പഠിപ്പീരികൾ നടക്കുന്ന പഠനങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തോന്നുന്നതൊക്കെ സഭയിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ വളരെ പ്രോബ്ലംസ് അതുകൊണ്ടുണ്ടാകും. കാര്യം സാധാരണക്കാരായ ആളുകൾ വളരെ കൺഫ്യൂസ്ഡ് ആകും. അതുകൊണ്ടാണ് ശരിക്കും ഹോളി സ്പിരിറ്റിനെ കുറിച്ച് നല്ലൊരു പഠനം അത്യന്താപേക്ഷിതമായിരിക്കുന്നത്. അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട, മിസ്അണ്ടർസ്റ്റുഡ് ആണ് പലപ്പോഴും, തെറ്റിദ്ധാരണജനകമായ പല കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വളരെ നല്ല ക്ലാരിറ്റി, ഒരു സ്പഷ്ടത നമുക്കുണ്ടാകണം. സ്പഷ്ടത ഉണ്ടാകണമെന്ന് പറയുമ്പോൾ ഈ 2 ദിവസം കൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾക്കെല്ലാം ഒരു സ്പഷ്ടത ഉണ്ടാക്കി വെച്ച് പോകാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. ശരിക്കും സ്പഷ്ടത ഉണ്ടാക്കുന്നത് ഹോളി സ്പിരിറ്റ് തന്നെയാണ്. എല്ലാം തീർത്ത് പഠിപ്പിക്കാൻ പറ്റുമെന്നല്ല, അത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. കർത്താവ് 3.5 വർഷം ശിഷ്യന്മാരുടെ കൂടെ നടന്നു കഴിഞ്ഞിട്ട്
കൂടെ നടന്നവരെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് പോകാൻ നേരം പറയുന്നൊരു കാര്യമുണ്ട്, ഇനിയും എനിക്ക് വളരെ കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്, പക്ഷേ ഇപ്പം നിങ്ങൾക്കത് വഹിക്കാൻ കഴിയത്തില്ല. എന്നാൽ സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. അപ്പോൾ 3.5 വർഷം കർത്താവ് ശിഷ്യന്മാരുടെ കൂടെ നടന്നിട്ട് പോലും പരിശുദ്ധാത്മാവാണ് സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ ദൈവസഭയെ ഒരുക്കിയതെന്നാണ് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വിഷയം, അതിനെക്കുറിച്ച് അതിനകത്ത് തന്നെ അസ്പഷ്ടത കൂടുതലുള്ള വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചോ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ അസ്പഷ്ടത നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഒരു കാര്യം, ഗിഫ്റ്റ്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് എന്നുള്ള ഒരു വിഷയം നമ്മളിവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. അതിനകത്ത് സ്പഷ്ടത ലഭിക്കണമെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടു എന്നൊന്നും പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. സ്പഷ്ടത ലഭിക്കണമെങ്കിൽ നമുക്കൊരു മാനദണ്ഡം വേണം. ഒരു മാനദണ്ഡം വെച്ച് മാത്രമേ നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കൃത്യതയോടെ പറയാൻ പറ്റുള്ളൂ. വേദപുസ്തകത്തിൻ്റെ ഏത് ഉപദേശങ്ങളുടെയും മാനദണ്ഡം, സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ദൈവവചനമാണ്. അപ്പോൾ ദൈവവചനപ്രകാരം എന്ത് എന്ന് മാത്രമേ നമ്മൾക്കൂടെ ചോദ്യമുള്ളൂ. ആർക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രസക്തമായ വിഷയം. പലർക്കും പല കാര്യങ്ങൾ ഫീൽ ചെയ്ത് കാണും. ഫീൽ ചെയ്ത ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റത്തില്ല, ശരിയായിട്ടുള്ളൊരു ഉപദേശം ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല. ഉപദേശം എല്ലായ്പ്പോഴും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അനുഭവങ്ങളുടെയോ അനുഭൂതികളുടെയോ അടിസ്ഥാനത്തിലായിരിക്കരുത് ഉപദേശങ്ങൾ. ഉപദേശത്തിന് എപ്പോഴും അടിസ്ഥാനം എന്തായിരിക്കണം? ദൈവത്തിൻ്റെ തിരുവചനമായിരിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെക്കുറിച്ചുള്ള ഈ പഠനത്തിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് പരിശുദ്ധാത്മാ വരങ്ങളെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത് എന്നുള്ളത് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ അതിനകത്ത് വചനത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോഴും വചനത്തിൻ്റെ അക്ഷരം മാത്രമല്ല, ഇതൊരു അനുഭവം കൂടെയാണ്. പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ യാതൊരു അനുഭവവും ഇല്ലാത്ത ഒരാൾക്ക് വേണമെങ്കിലും വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് പക്ഷേ പഠിപ്പിക്കാൻ പറ്റിയേക്കും. അപ്പോൾ അതുകൊണ്ട് അനുഭവങ്ങളിൽ നിന്ന് മാറി നിന്നല്ല, അതില്ലാത്ത ഒരു വ്യക്തിയുമല്ല, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും കൃപാവരങ്ങളും അനുഭവിക്കുന്ന, പ്രകാശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് തീർച്ചയായും അനുഭവങ്ങളുടെ മേമ്പൊടി അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെ മേമ്പൊടി, ചരിത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരുപക്ഷെ ഇതിനകത്ത് കയറി വരുന്നുണ്ട്. ശരിക്കും ഈ ക്ലാസ്സിനകത്ത് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ചരിത്രത്തിൽ പെന്തിക്കോസ്ത് എന്ന് പറയുന്ന ആദ്യകാലത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് സെഞ്ചുറിയിലെ പെന്തിക്കോസ്റ്റ് മാത്രമല്ല, ഇപ്പോഴത്തെ പെന്തിക്കോസ്ത് സഭകളുടെയും ചരിത്രപരമായ പ്രസക്തിയും ചരിത്രപരമായി എന്താണ് നമ്മൾ അതിൽ നിന്ന് പഠിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം ഞാൻ തരുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചരിത്രത്തിൽ നിന്ന് മാറി നിന്നല്ല ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം വേദപുസ്തകത്തിലൂടെയാണ് നമുക്ക് ദൈവിക പ്രവൃത്തികളെ വിശകലനം ചെയ്യാൻ കഴിയുന്നതെങ്കിലും മനുഷ്യൻ്റെ ജീവിതത്തിലാണല്ലോ ദൈവം ഇടപെടുന്നത്, ഇല്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിലാണ്, അല്ലെങ്കിൽ സഭയിൽ ദൈവം ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് സഭയിലാണ്. അതുകൊണ്ട് ചരിത്രവും വേദപുസ്തകവും ഒരുമിച്ച് ചേർത്ത് വെക്കുമ്പോൾ വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിലാണ് നമ്മൾ ചരിത്രത്തെ വിശകലനം ചെയ്യേണ്ടത്. അല്ലാതെ ചരിത്രത്തിൻ്റെ മാനദണ്ഡത്തിൽ നമുക്ക് വേദപുസ്തകത്തെ വിശകലനം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ചരിത്രത്തെ നമ്മൾ വേദപുസ്തകത്തിൻ്റെ മാനദണ്ഡത്തിൽ വിശകലനം ചെയ്യാനായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരങ്ങളെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ബ്രദറെ വരങ്ങളൊന്നുമല്ല പ്രധാനം, ഫലങ്ങളാണ് പ്രധാനം. ഒരു ഡിസ്കഷൻ വെച്ച് കഴിഞ്ഞാൽ വരങ്ങളാണോ ഫലങ്ങളാണോ പ്രധാനം എന്ന് പെട്ടെന്ന് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും പരിശുദ്ധാത്മാ വരങ്ങളാണോ ആവശ്യമെന്ന് പറയുന്ന ആളുകളുണ്ടായിരിക്കാം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ആവശ്യമെന്ന് പറയുന്നുണ്ടായിരിക്കാം. പക്ഷേ ഫലങ്ങളെക്കാളും പ്രധാനമാണ് പരിശുദ്ധാത്മാവ് എന്ന വ്യക്തി. അത് നമ്മൾ മറന്നു പോകരുത്. പരിശുദ്ധാത്മാവ് എന്ന വ്യക്തിയെ കടന്നു പോകുന്നതല്ല പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ഒന്നും. ബിക്കോസ് ദ പേഴ്സൺ ഹോളി സ്പിരിറ്റ്. അതുകൊണ്ടാണ് ആ സ്റ്റഡീസിൽ ഞാൻ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് കൂടുതൽ ഇടപെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ പഠിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ ദിവസങ്ങളിൽ ഇന്നും നാളെയുമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഫലങ്ങൾ അത്യന്താപേക്ഷിതമാണ്, പക്ഷേ ഫലങ്ങളെക്കുറിച്ച് ഇതേപോലെ തന്നെ പഠിക്കാനായിട്ട് നമുക്ക് സമയം കൂടുതൽ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ തൊടിച്ച് പോകാൻ പറ്റിയാൽ ഒരു പക്ഷേ ചെയ്യുമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ വരങ്ങൾ എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഞാനിവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ആദ്യത്തെ അപ്പോസ്തോലിക് ഫെയ്ത്തിൽ നിന്ന് കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനിലേക്കുള്ള ഒരു ചേഞ്ച്, ഒരു ട്രാൻസിഷൻ, അവിടെ നിന്ന് റിഫോർമേഷനിലേക്ക് അല്ലെങ്കിൽ റിഫോംഡ് ഡോക്ട്രിനിലേക്കുള്ള റിഫോർമേഷൻ അല്ലെങ്കിൽ നവീകരണത്തിലേക്കുള്ള ഒരു ചേഞ്ച്. ഈ ഒരു പ്രോബ്ലം, അതായത് റിഫോംഡ് തിയോളജി റിഫോം ചെയ്യുന്നില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ശരിക്കും 18th സെഞ്ച്വറിയൊക്കെ ആയപ്പോഴത്തേക്ക് അവിടെ നിന്ന് റിവൈവലിലേക്ക് വരുന്നത്. റിഫോർമേഷനിൽ നിന്നും റിവൈവലിലേക്ക് വരികയാണ്. 18th സെഞ്ച്വറിയിലെ ഗ്രേറ്റ് അവൈക്കനിങ്, ജോണതൻ എഡ്വേർഡ്സും അതിനുശേഷം ജോൺ വെസ്ലിയും ജോർജ് വൈറ്റ്ഫീൽഡും. പിന്നീട് റിഫോർമേഷനിൽ നിന്ന് എന്തുണ്ടായി? ഒരു റിവൈവൽ ഉണ്ടായി, ഒരു റിവൈവലിസം, ഉണർവിൻ്റെ ഒരു വലിയ
ഒരു വ്യാപനമുണ്ടായി. അവിടെ അവരെ ഡോക്ട്രിൻ വിട്ടുകളഞ്ഞില്ല, റിഫോംഡ് ഡോക്ട്രിൻ സൂക്ഷിച്ചുകൊണ്ട് തന്നെ റിഫോംഡ് ലിവിങ്ങിന് അവർ പ്രാധാന്യം കൊടുത്തു. റിഫോംഡ് ലിവിങ് അതിനവരെ സഹായിച്ചത് ഈ റിഫർമേഷൻ മാത്രമല്ല, എന്താണ്, റിവൈവൽ. അവരുടെ ലൈഫിൽ വലിയ വ്യത്യാസമുണ്ടായി. ഈവൻ ജോൺ വെസ്ലി ഒരു ഡിസിപ്ലിൻഡ് ലൈഫ്, മെത്തോഡിസം എന്ന് പറഞ്ഞാൽ അതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻഡ് ലൈഫിലേക്ക് ആളുകളെ വിളിക്കാൻ തുടങ്ങി. ദൈവവചനാധിഷ്ഠിതമായ ഒരു ഡിസിപ്ലിൻഡ് മെത്തോഡിക്, അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിൾഷിപ്പിൻ്റെ ഒരു ജീവിതം ജീവിക്കാനുള്ള ജോൺ വെസ്ലിയുടെ ആഹ്വാനമുണ്ടായി. 19th സെഞ്ച്വറി വന്നപ്പോൾ ഈ റിഫോർമേഷനും റിവൈവലും ഇതൊരു ഗ്രോത്താണ്, ഒന്നിനെ ഇട്ട് കളഞ്ഞിട്ടല്ല, ഒരു ഗ്രോത്താണ്. ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ലെവലിലേക്ക് കാത്തലിക് ചർച്ച് താഴോട്ട് വീണ് പോയെങ്കിൽ അവിടെ നിന്നുള്ള കരകയറ്റമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിഫോർമേഷൻ, റിവൈവൽ എന്നുള്ള ആ ഒരു വളർച്ചയാണ്. അടുത്തതായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19th സെഞ്ച്വറി വന്നപ്പോഴത്തേക്ക് ചാൾസ് സ്പർജൻ, D.L. മൂഡി, ചാൾസ് ഫിന്നി തുടങ്ങിയ റിവൈവൽ പ്രീച്ചേഴ്സ് എന്ത് ചെയ്തു? ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആളുകൾ മാറി നിന്നാലേ അവരുടെ ലൈഫിന് വ്യത്യസ്തത ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്, നമ്മൾ പറയുന്ന വേർപാട് സമൂഹങ്ങളുണ്ടായി. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദ ബ്രദറൻ ചർച്ച്. വേർപാടെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മൂവ്മെന്റ് ആണ്. ചാൾസ് ഫിന്നിയും D.L. മൂഡിയും ചാൾസ് സ്പർജനും എല്ലാം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള, ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിട്ടുകളയാത്ത, കാത്തലിക് ചർച്ചിൽ നിന്ന് റിഫോർമേഷൻ ഉണ്ടായപ്പോഴും അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. എന്തോ വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായില്ല. പ്രൊട്ടസ്റ്റന്റിസവും ഇൻസ്റ്റിറ്റ്യൂഷണൽ ചിന്താഗതികളെ, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ ചിന്താഗതികളൊന്നും വിട്ടുകളഞ്ഞില്ല. റിവൈവൽ ഉണ്ടായപ്പോഴും അവർ ഈ വ്യവസ്ഥാപിത സഭയുടെ ഭാഗമായി നിന്നുകൊണ്ടാണ് റിവൈവലിന് വേണ്ടി അവർ പരിശ്രമിച്ചത്. എന്നാൽ ചാൾസ് സ്പർജന്റെയും D.L. മൂഡിയുടെയും അവരുടെ അനുഗാമികളുടെയും കാലം വന്നപ്പോഴത്തേക്ക് അവരെ വേർപെടുന്ന ഒരു ഗ്രൂപ്പ്, അല്ലെങ്കിൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ്, അവര് ഒരു സഭയുടെ ബിഷപ്പോ മറ്റുള്ള ആളുകളോ ഒന്നും അല്ലായിരുന്നു. എന്ന് തന്നെയല്ല, അങ്ങനെയുള്ള ഒരു എപ്പിസ്കോപ്പൽ ഹൈറാർക്കിക് ജീവിതം ശരിക്കും വേദപുസ്തക പ്രകാരം ജീവിക്കാൻ സഹായകമല്ല എന്ന് മനസ്സിലാക്കി അവരെ എന്ത് ചെയ്തു? വേർപെട്ടു. ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും അവരെന്ത് ചെയ്തു? വേർപെട്ടു. ആ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ വർ ടോട്ടലി സ്ക്രിപ്ചറലായിട്ട് വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം, വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ഒരു സഭ. ഇതാണ് ഇതിനകത്തുണ്ടായ വ്യത്യാസം. വേദപുസ്തകത്തിൽ അധിഷ്ഠിതമായ ജീവിതം എന്നുള്ളത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന എംഫസിസ് ആയിരുന്നു. എന്നാൽ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് വന്നപ്പോഴത്തേക്ക്, വേർപാടിന്റെ ഒരു ഗ്രൂപ്പ് വന്നപ്പോഴത്തേക്ക് എന്തുണ്ടായി? സെപ്പറേറ്റിസ്റ്റ് ആളുകളാണ് ദൈവവചനത്തിന് അധിഷ്ഠിതമായ ജീവിതം മാത്രമല്ല, ദൈവവചനത്തിന് അധിഷ്ഠിതമായ സഭ എന്നുള്ള ആ ഒരു പുതിയ ചിന്താഗതിയിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ടാണ് പ്രാദേശികമായി സഭ ഓരോ യൂണിറ്റുകളായി, കൂട്ടായ്മ ഉണ്ടെങ്കിലും ഹൈറാർക്കി ഇല്ലാത്ത നിലയിലുള്ള, അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ ചർച്ചസിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണ്? ഹൈറാർക്കിയാണ്. ആ ഹൈറാർക്കിയെ നിരസിച്ചുകൊണ്ടുള്ള ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് അവർ ഉണ്ടാക്കിയെടുത്തു. ഇവർക്കുണ്ടായ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റുന്നത് അതൊരു വളർച്ചയായിരുന്നു. പിന്നീടുണ്ടായ, അല്ലെങ്കിൽ 19th സെഞ്ച്വറിയുടെ അവസാനവും മറ്റും ഉണ്ടായ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ ഡാർവിനിസവും മറ്റും ഒത്തിരി ഫെയ്ത്തിനെ, വിശ്വാസത്തെ ഒത്തിരി ചോദ്യം ചെയ്തുകൊണ്ട് വന്ന പരിണാമവാദവും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏജ് ഓഫ് റീസണിങ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു യുക്തിയുടെ യുഗം വന്നു കഴിഞ്ഞപ്പോൾ എപ്പിസ്കോപ്പൽ ചർച്ചസിലെ പല തിയോളജിയൻസും വേദപുസ്തകത്തിൽ യുക്തിപരമായത് വിശ്വസിച്ചാൽ മതി, അല്ലെങ്കിൽ വേദപുസ്തകത്തെ യുക്തിപരമായി വിശകലനം ചെയ്യാൻ തുടങ്ങി. എല്ലാവരും അല്ല, എങ്കിലും നല്ലൊരു ശതമാനം ആളുകളും ഒക്കെ വേദപുസ്തകത്തിൻ്റെ ആ ആധികാരികതയ്ക്ക്, അല്ലെങ്കിൽ അത് ദൈവനിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് തിയോളജിയൻസ് തന്നെ ഉണ്ടായപ്പോൾ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റ് ഫണ്ടമെന്റലായിട്ട്, വി കോൾ ദം ഫണ്ടമെന്റലിസ്റ്റുകൾ, അല്ലെങ്കിൽ എന്താണ് അവരുടെ ആ അടിസ്ഥാനപരമായി വേദപുസ്തകത്തിന് അവരെ ഫണ്ടമെന്റലിസ്റ്റുകൾ വിളിക്കാൻ തന്നെ കാര്യം അതാണ്. എന്താണ് അവർ പറഞ്ഞ്? ഇത് യുക്തിപരമാണോ ഇല്ലയോ എന്നുള്ള ചോദ്യമൊന്നുമില്ല. ബിക്കോസ് ഇറ്റ് ഇസ് ബൈബിൾ. ഇത് ബൈബിൾ ആണെന്നുള്ളതാണ്. അത് ദൈവം നമുക്ക് തന്നാണ്. അതിനെ യുക്തിപരമായിട്ട് അനലൈസ് ചെയ്യാനൊന്നും കഴിയത്തില്ല എന്നുള്ള, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള പരിശ്രമം ആവശ്യമില്ല എന്ന് പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചതുകൊണ്ട് സെപ്പറേറ്റിസ്റ്റ് മൂവ്മെന്റിന്റെ ഒരു ഗ്രോത്ത് ആണ് ശരിക്കും ഈ ഫണ്ടമെന്റലിസം എന്ന് പറയുന്നത്. എന്നാൽ അപ്പോഴും ഉണ്ടായ പ്രശ്നം എന്നറിയാമോ? വേദപുസ്തകത്തിന് ഇത്രയും പ്രാധാന്യം കൊടുത്തെങ്കിലും ആ ലിബറൽ തിയോളജിയിൽ നിന്ന് സഭയെ ഒന്ന് പിടിച്ചു നിർത്തിയത് ശരിക്കും ഈ ഫണ്ടമെന്റലിസ്റ്റുകളാണ്.
എന്നാൽ അപ്പോഴും ഉണ്ടായൊരു പ്രശ്നമുണ്ട്. ഇവർ വേദപുസ്തകത്തെ അനലൈസ് ചെയ്തതൊക്കെ ശരിക്കും നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, തലനാരിഴ കീറി എന്നൊക്കെ പറയുന്നത് പോലെ വേദപുസ്തകത്തിൻ്റെ അക്ഷരങ്ങളിലേക്ക് അവർക്കൊരു ചായ്വ് കൂടുതലുണ്ടായി. അതുകൊണ്ട് ശരിക്കും വേദപുസ്തകത്തിൻ്റെ ആ സ്പിരിറ്റിനും അപ്പുറത്ത് ബൈബിളിൻ്റെ അക്ഷരങ്ങളായി ഇവരുടെ എംഫസിസ്. ഈ സെപ്പറേറ്റിസ്റ്റ് മൂവ്മെൻറ്റിൽ നിന്ന് ഫണ്ടമെൻ്റലിസത്തിലേക്കുള്ള വളർച്ചയിൽ പറ്റിയ ഒരു പ്രശ്നം അതാണ്. അതായത് അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ട. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായിത്തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായിത്തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായിത്തീരാൻ. തിരുകൃപയല്ലോ ശരണമതെന്നിൽ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. തിരുകൃപയല്ലോ ശരണമതെന്നിൽ, വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരനെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായിത്തീരാൻ. മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാൻ. മായയാമി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യ ചേരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ ശക്തരായിത്തീരാൻ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോലെന്നെ പണിയുക പരനെ, തിരുഹിതം പോലെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയനെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരനെ. ജയത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ, ജയ
ലക്ഷ്യത്തോടെ ജീവിതം ധരയിൽ ഞാൻ ചെയ്യുവാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ പരിശുദ്ധാത്മാവിൻ ശക്തിയാലെ ഇന്ന് നിറയ്ക്കണേ നാഥാ, ശക്തരായി തീരാൻ.